മഴതോരും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രാജീവൻ ഹരിശങ്കറിനെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് തന്നെ അടിക്കാനാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്തിനടിക്കണം, നീ വാടാ, നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. എനിക്കൊരു സംശയമുണ്ട്, എൻ്റെ കയ്യിലിരിപ്പ് വെച്ച് നിങ്ങൾ എന്നെ തല്ലുമോ എന്ന്. അതൊന്നും അല്ലടാ, നീ വാ, ഞങ്ങൾ 3 പേരും കൂടി ഒരു തീരുമാനമെടുത്തു, അത് നിന്നെ അറിയിക്കാനാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവും. എന്ത് തീരുമാനം? കടപ്പാറ്റൂരുമായിട്ട് ഇനി ഒരു പ്രശ്നത്തിനൊന്നും ഞങ്ങളില്ല, നീയുമില്ല എന്ന് പറയും. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്താ ഇവിടെ സംഭവിച്ചത്? നിങ്ങൾക്കെന്താ ഭ്രാന്തായോ? ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? ബാലചന്ദ്രൻ്റെ അങ്കിളുടെ മുന്നിൽ എന്താ നിങ്ങളെല്ലാവരും മുട്ടുകുത്തിയോ? മലപ്പുറം കത്തി അമ്പും വില്ലും തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാ നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ എന്നോട് പറയേ. എടാ, ഞങ്ങൾ പറയുന്നത് നീ ഞങ്ങൾക്ക് കേട്ടാൽ മതി. ബാലചന്ദ്രനുമായിട്ട് ഇനി നമുക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. മാത്രവുമില്ല, അലീനെ ഇനി മുതൽ നിന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് തന്നെ കാണുകയും വേണമെന്ന് പറയും. അയ്യോ, അവൾ ഞാൻ ചേച്ചിയുടെ സ്ഥാനത്ത് കാണാനോ? എന്തൊക്കെയായി പറയുന്നത്? ബാലചന്ദ്രൻ്റെ അങ്കിളുടെ മുട്ടു കുത്തിക്കണം, അലീനെ പെൺവാണിഭക്കാർക്ക് വിൽക്കണം, അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്? എന്നിട്ടിപ്പോൾ നിങ്ങളെന്താ അവർക്ക് മുന്നിൽ അങ്ങ് തോറ്റുപോയോ? അതെ, തോറ്റതുമില്ല ജയിച്ചതുമില്ല, ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനമെടുത്തു, അതിൽ നീയും പങ്കുചേരണമെന്ന് പറയും. വെളിച്ചമ്മ വന്ന് നിങ്ങളുടെ പല്ലിളക്കി കളഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേടാ, കൂടുതൽ നിന്നിരുന്നുവെങ്കിൽ 2 പല്ലും കൂടി അങ്ങ് ഇളകിയേനെ, അതിനെന്താ കുഴപ്പമുണ്ടോ എന്ന് വെളിച്ചമ്മ ചോദിച്ചു. നിനക്കെന്തിനാണ് അവരുമായിട്ട് ഇത്ര വൈരാഗ്യം? ഒരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം, ഇനി അവരെ ഒന്നിനും ഉപദ്രവിക്കാനൊന്നും പോവരുത്. നിന്നോട് ഞങ്ങൾ പ്രത്യേകം പറയുന്നു. എടാ, നിന്റെ ജോലി എന്തോട്ടാ? പഠിക്കുക, പഠിച്ച് നല്ല നിലയിലെത്തുക, അത്രയുള്ളൂ, മനസ്സിലായോ? രാജീവൻ ദേഷ്യപ്പെട്ട് ചോദിച്ചു. ഇത് ഞങ്ങളുടെ തീരുമാനമാണ്, ഇതിൽ ഒരു മാറ്റവുമില്ല എന്ന് പറഞ്ഞു. ഹരിക്ക് ദേഷ്യം വന്നുകൊണ്ട് തന്നെ ഹരി അവിടെ നിന്ന് അങ്ങ് പോവാണ്. ഇതേ സമയം കമല ആർക്കോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈജയന്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആശുപത്രിയിൽ വന്ന് കണ്ടോളൂ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ആ സമയത്താണ് ഹരി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ ഞാൻ വിളിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് കമല ചോദിക്കുന്നുണ്ട്, എന്താടാ അമ്മേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് വല്യച്ഛൻ വന്നതോടുകൂടി തന്നെ ഇളയച്ചന്മാരൊക്കെ ആകെ മാറിപ്പോയി, അച്ഛനും മാറി. ബാലചന്ദ്രൻ അങ്കിളുമായിട്ട് ഇനി ഒരു പ്രശ്നമില്ലെന്ന് പറയുന്നു. അലീനെ ഇനി മുതൽ ചേച്ചിയായിട്ട് കാണണമെന്ന് പോലും. എന്നിട്ടെന്താ നീ ഒന്നും പറഞ്ഞില്ലേ? എന്ത് പറയാനാ, അവരോട് ഞാൻ ക്ഷമിക്കാൻ കഴിയില്ലെന്ന് തന്നെ പറഞ്ഞു. അവരെന്നെ ചൂല് കൊണ്ട് അടിച്ചില്ലെന്നേ ഉള്ളൂ. അമ്മ ചോദിച്ചോളൂ, അച്ഛനോട് ചെന്ന് ചോദിക്ക് ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന്. എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാണ്. വലിയച്ഛൻ വന്ന് സമ്മതിച്ചു, പക്ഷേ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അമ്മ ഒന്ന് പോയി ചോദിച്ചു നോക്ക്. അമ്മ ചോദിക്ക്. അതെ, ഞാൻ ചോദിക്കും, എനിക്കൊരാളെയും പേടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കമല ദേഷ്യപ്പെട്ട് നേരെ ശിവേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. ശിവേട്ട, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആ ബാലചന്ദ്രനുമായിട്ട് ഒത്തുതീർപ്പിലായോ? ആയി. നിങ്ങൾക്കെന്താ നാണമില്ലേ മനുഷ്യ? അവൻ എന്നെ ചൂല് കൊണ്ടടിച്ചതല്ലേ, നിങ്ങളതൊക്കെ എന്നിട്ട് നോക്കി നിന്നില്ലേ? എടി, ചൂല് കൊണ്ട് അടി കിട്ടാൻ കാരണം എന്താണ്? അവൻ്റെ വീട്ടിലുണ്ടായിരുന്ന അവളുടെ മകനെ നീ അങ്ങ് വലിച്ചയച്ച് പുറത്തേക്ക് എറിഞ്ഞതല്ലേ? ഞാനാണെങ്കിൽ നിന്നെ ചൂല് കൊണ്ടല്ല, ചൂരൽ കൊണ്ട് തന്നെ അടിച്ചേനേന്ന് പറയും. ബാലചന്ദ്രനുമായിട്ട് തല്ലുണ്ടാക്കണോ? വൈജയന്തിയെക്കുറിച്ച് ഓർക്കുന്നില്ലേ? അവൾ അവളുടെ അഹങ്കാരം കൊണ്ടാണ് ഇതെല്ലാം തന്നെ വരുത്തി വെച്ചത്. രാത്രി 1:30-ക്ക് അവൾ എന്തിനാണ് ആ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോയത്? വൈജയന്തി വേണോ അലീന വേണോ എന്ന് ചോദിച്ചപ്പോൾ അലീന മതിയെന്ന് ബാലചന്ദ്രൻ പറഞ്ഞില്ലേ? അതാണ് അവിടെ നടന്നത് എന്ന് നിനക്കറിയാമോ? അതാണ് അവിടെ നടന്നത് എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? വൈജയന്തി ഇതുവരെയായിട്ട് വായ തുറന്നില്ല. പിന്നെ നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഞങ്ങൾ അലീനെ അവിടെ നിന്ന് തല്ലി പുറത്താക്കണോ? വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ മോനെ കൊണ്ട് അലീനെ അങ്ങ് കെട്ടിച്ചു കൊടുക്ക്, എനിക്കൊരു കുഴപ്പമില്ല. ശിവേട്ടൻ പറഞ്ഞിട്ട് അതിനെനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ ബാലചന്ദ്രൻ സമ്മതിച്ചാൽ മാത്രം മതി. ബാലചന്ദ്രൻ സമ്മതിച്ചാൽ ഞാൻ അതിനും തയ്യാറാണെന്ന് ശിവേട്ടൻ പറയുന്ന സമയത്തിന് കമലയ്ക്ക് ദേഷ്യം വരും. നിങ്ങൾക്കെന്താ നാണമില്ലേ മനുഷ്യ? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ആണോ? എന്നാൽ നല്ല കാര്യം, അത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തോളാം എന്ന് പറയും. അന്നേരം കമല പറയുന്നില്ല, എൻ്റെ ഒരു വിധി, എന്നെ അടിച്ചു പുറത്താക്കിയവനോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ്റെ മക്കളെ ഇവിടെ നിന്നങ്ങോട്ടേക്ക് അയക്ക്. അതും ഞാൻ ചെയ്യും. ആണില്ലാത്ത വീട്ടിലേക്ക് ഞാൻ വന്ന് കയറിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജീവനോട് ദേഷ്യം വരേണ്ടതുണ്ട് കമല കുട്ടി. അപ്പോഴേക്കും ശിവേട്ടന് ദേഷ്യം വരികയാണ്. എടി, നിക്കളിയുടെ ആണില്ലാത്ത വീടോ? നിന്റെ മക്കളെ ഈ വീട്ടിൽ നിന്നും നീ അങ്ങ് എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നതാണോ? അവരുടെ അച്ഛൻ ആരാടി? അത് പറഞ്ഞിട്ട് നീ അങ്ങ് പോയാൽ മതി. കുറേ കാലമായി ഞാൻ ക്ഷമിക്കുന്നു. ഈ വീട്ടിലാണില്ലടി, പറയടി, അതൊക്കെ ആരുടെ മക്കളായെന്ന് ചോദിക്കുന്ന സമയത്തിന് ശിവേട്ടൻ്റെ മക്കളെന്ന് പറയും. കമല ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ശിവേട്ടൻ അതോടുകൂടെ തന്നെ ഭയങ്കര ദേഷ്യപ്പെടും. ശിവേട്ടൻ്റെ ദേഷ്യം കണ്ടിട്ട് കമല ഒരു പൊടിക്കങ്ങ് ഒതുങ്ങാണ്. പിന്നീട് കാണിക്കുന്നത് ഗംഗാധര മേനോ നേരെ മുത്തശ്ശിയുടെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. അമ്മയുടെ മക്കൾ വല്ലാത്തൊരു ചതിയിൽ പെട്ടിരിക്കുന്നു. അലീനയെ തട്ടിക്കൊണ്ടുപോയിന്ന് ആരോ പറയുന്നുണ്ടല്ലോടാ, അത് നേരാണോടാ എന്ന് മുത്തശ്ശി ചോദിക്കുന്ന സമയത്തിന് നേരാണ്. തട്ടിക്കൊണ്ടുപോയത് മറ്റാരുമില്ല, അമ്മയുടെ 2 മക്കൾ തന്നെയാണ്. ബാലചന്ദ്രൻ കേസ് കൊടുത്തു.
ഞാൻ ചെന്ന് അലീനയെ മുറിയിൽ നിന്നും രക്ഷപ്പെടുത്തി. ഞാൻ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് അവർ ജയിലിൽ കിടക്കാഞ്ഞത്. വൈജയന്തിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കിയിട്ട് പോയാൽ മതിയെന്ന് പറയണം മുത്തശ്ശി. എടാ, വൈജയന്തി പാവമല്ലേടാ. അവളെ ഈ അവസ്ഥയിലായത് അവൻ ചെയ്ത ചതി കൊണ്ടല്ലേ എന്ന് ചോദിക്കും. ഗംഗാധരൻ അന്നേരം ആ ഹോളൊക്കെ ഒന്ന് പരിശോധിക്കും. വൈജയന്തി കല്യാണത്തിന് മുൻപ് അങ്ങനെ ഒരു ബന്ധമുണ്ടായിട്ടില്ലേ എന്നും ചോദിക്കാണ്. ബാലചന്ദ്രൻ്റെ 3 കുഞ്ഞുങ്ങളെയല്ല, വൈജയന്തിക്ക് 4 മക്കളുണ്ട് എന്ന് ഗംഗാധരൻ പറഞ്ഞു. അത് കേട്ടതോടുകൂടി തന്നെ മുത്തശ്ശി ഒന്ന് ഞെട്ടിപ്പോയി. വൈജയന്തി പ്രസവിച്ചതും കല്യാണത്തിന് മുൻപ് സ്നേഹിച്ച പെൺകുഞ്ഞുണ്ടായതും മറ്റൊരാൾക്കും കൂടി അറിയാം. അവൾ കല്യാണത്തിന് മുൻപേ സ്നേഹിച്ചു എന്നും അവൾക്ക് മറ്റൊരു കുഞ്ഞുണ്ട് എന്ന കാര്യം ഇപ്പോൾ മറ്റൊരാളും കൂടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയട്ടെ ഗംഗാധരൻ. അന്നേരം മുത്തശ്ശി അതാരാ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ഈ സത്യമെല്ലാം തന്നെ ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയും. എന്നാൽ അത് കേട്ടിട്ട് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല മുത്തശ്ശിക്ക്. മുത്തശ്ശി അത് കേട്ടതോടുകൂടി തന്നെ ആകെ വിറച്ചിങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. മുത്തശ്ശി വീണ്ടും വൈജയന്തിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഗംഗാധരൻ അതെല്ലാം തിരുത്തി കൊടുക്കും. വൈജയന്തി ആദ്യം പ്രസവിച്ച ആ ഒരു പെൺകുട്ടി അത് ആ വീട്ടിൽ വന്ന് നിൽക്കുന്ന അലീനയാണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ആ കുഞ്ഞ് മരിച്ചു പോയതല്ലേ എന്ന് ചോദിക്കാണ് മുത്തശ്ശി. അന്നേരം ഗംഗാധരൻ ആ ഒരു സത്യം കൂടി വെളിപ്പെടുത്തുന്നുണ്ട്. ഇല്ലമ്മേ, ആ കുഞ്ഞ് മരിച്ചിട്ടൊന്നുമില്ല. ആ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ വൈജയന്തിയുടെ മൂത്ത മോൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട് എന്നറിഞ്ഞതോടുകൂടി തന്നെ മുത്തശ്ശി വീണ്ടും ആകെ ഷോക്കായിരിക്കും. അതോടുകൂടി തന്നെ ഗംഗാധരൻ ആ ഒരു സത്യം കൂടി അങ്ങ് വെളിപ്പെടുത്തുന്നുണ്ട്. അലീന ഒരിക്കലും ബാലചന്ദ്രൻ്റെ മകളല്ല എന്നും വൈജയന്തി വിവാഹത്തിന് മുൻപേ തന്നെ പ്രസവിച്ച ആ കുഞ്ഞാണ് അലീന എന്ന സത്യം തന്നെ ഗംഗാധരൻ മുത്തശ്ശിയോട് വെളിപ്പെടുത്തും. സത്യമല്ല മനസ്സിലാക്കിയതിന് ശേഷം ബാലചന്ദ്രൻ അവളെ സ്വന്തം മകളായി ഏറ്റെടുത്തിട്ട് അവളെ സ്നേഹിച്ച് വളർത്തുകയായിരുന്നു എന്ന സത്യം മുത്തശ്ശി അറിയുന്നതോടുകൂടി തന്നെ മുത്തശ്ശി ആകെ തകർന്നു പോരുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡായിട്ട് വരുന്നത്. ഇനി വരാൻ പോകുന്നത് വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.